കൊല്ലം കൂട്ടിക്കടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം വിട്ടു നൽകിയ ഭൂവുടമകൾ ആശങ്കയിൽ. മുൻ സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാര തുക ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ. റെയിൽവേ പാല നിർമ്മാണത്തിനായി LDF സർക്കാർ അനുമതി നൽകി ഭൂമി ഏറ്റെടുക്കലിനായി പണവും അനുവദിച്ചിരുന്നു. മേൽപ്പാലത്തിൻ്റെ ഭാഗമായി എൻ്റെ വസ്തുവിൻ്റെയും കിണറും മുക്കാൽ ഭാഗം പോകുന്നുണ്ട്. ആയതുകൊണ്ട് ഇത് ഇവിടെ ഭാവിയിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് ഞാനൊരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ്. അവരെന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പൈസ കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇത് ചന്ദ്രശേഖരൻ കൂട്ടിക്കടയിൽ ചെറിയൊരു കട നടത്തുകയാണ്. റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയെങ്കിലും നഷ്ടപരിഹാര തുക ലഭിക്കാത്തതുകൊണ്ട് പുനരധിവാസം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂട്ടിക്കടയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് 2022-ലാണ്. 2023-ൽ സാധ്യതാ പഠനം നടത്തി 80ഓളം ഭൂവുടമകളുടെ വസ്തുവിൽ അളന്ന് കല്ലിടുകയും ചെയ്തു. നടപടികൾ പൂർത്തീകരിച്ച് കിഫ്ബി മുഖേന കഴിഞ്ഞ സർക്കാർ പണം അനുവദിച്ചു. എന്നാൽ കിഫ്ബി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അനുമതിയില്ലാതെ തുക കൈമാറാൻ സാധിക്കാതെ വന്നതോടെ സ്ഥലം വിട്ടു നൽകിയവർ പ്രതിസന്ധിയിലായി. ഈ വീട് നഷ്ടപ്പെടുന്ന ഒന്ന് രണ്ടല്ല 10ഓളം ആൾക്കാർ തൊട്ടടുത്ത് 5-10 സെന്റ് മേടിക്കാൻ വേണ്ടി 5-10 ലക്ഷം വീതം അഡ്വാൻസ് കൊടുത്തു. ഇപ്പം 1-1.5-2 വർഷമായി. ഇത് തുടക്കം ഒരു തഹസിൽദാർ എന്ന് പറഞ്ഞു, വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങളെ ഫണ്ട് ഞങ്ങൾ തരുന്നതായിരിക്കും, നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും മേടിക്കേണ്ട, നിങ്ങൾ ഫണ്ട് വസ്തു പുതിയത് മേടിച്ചോ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെയുള്ള ആൾക്കാർ അഡ്വാൻസ് കൊടുത്തു. ഇപ്പോൾ 1-1.5 വർഷമായി. ആ വാങ്ങിയവർ അഡ്വാൻസ് തിരികെ തരുന്നില്ല. അത് ക്യാൻസലാവാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചതോടെ ഭൂമി ക്രയവിക്രയം നടത്താനോ വായ്പ എടുക്കാൻ സാധിക്കാത്തതും നിരവധി പേരെ പ്രതിസന്ധിയിലാക്കി. നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ഉപജീവനമാർഗം ഇല്ലാതാകുന്ന പേടിയിലാണ് വ്യാപാരി സമീർ. എൻ്റെ കട പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ്. അപ്പം നമ്മളെ ഉപജീവന മാർഗമാണ്, വേറെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ കാലതാമസം നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ വസ്തു വാങ്ങാൻ പലരും അഡ്വാൻസ് നൽകിയിരുന്നു. ഉറപ്പു പറഞ്ഞ കാലാവധി കഴിയുമ്പോൾ ബാക്കി തുക നൽകാൻ കഴിയാതെ പലർക്കും അഡ്വാൻസ് തുക നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമാണ്. വികസന പ്രവർത്തനങ്ങൾ ഏതുമായിക്കോട്ടെ, സാങ്കേതികത്വം പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. അതുകൊണ്ട് സർക്കാർ കൂട്ടിക്കട നിവാസികളുടെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ദിലീപിനോടൊപ്പം അനിൽ കാസേത്, മീഡിയ 1 കൊല്ലം.